നന്നായിട്ടൊക്കെ ഡാൻസ് കളിക്കണേ. ബണ്ടി എന്താ ഇത്ര മാന്യമായിട്ടെന്ന് പെരുമാറുന്നേ? എന്റെ ഡോങ്കി സെൻസ് പറയുന്നത് എന്തോ ഒരു പ്രശ്നം ഉറപ്പായും വരാനുണ്ടെന്നാണ്. നിന്റെ ഡോങ്കി സെൻസ് ഒക്കെ നീ നിന്റെ കൈ തന്നെ വെച്ചാ മതി. ഞാൻ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. ഡാൻസിന്റെ ഇടയ്ക്കെങ്ങാനും വിശന്നാ പിന്നെ കഴിക്കാൻ പറ്റില്ലല്ലോ. പോയിട്ട് വേഗം വരണം, നമുക്ക് തയ്യാറാവേണ്ടതാ. ഡാൻസ് ഗുരു, ഞങ്ങളുടെ ടീമിൽ ഒരാളുടെ കുറവുണ്ട്. ഞാൻ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്തോണ്ടിരിക്കുക എന്റെ ടീമിൽ ഡാൻസ് ചെയ്യാൻ പറ്റുമോന്ന്. പക്ഷെ ആരും ഡാൻസ് കളിക്കാൻ തയ്യാറല്ല. എന്റെ കൂടെ ഡാൻസ് കളിക്കാൻ തയ്യാറാകുന്നവർക്ക് ഞാൻ ഈ മുഴുവൻ ചോക്ലേറ്റും കൊടുക്കും. ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ കൂടെ ഡാൻസ് ചെയ്യാം. പക്ഷേ പക്ഷേ എന്താ ഡാൻസ് ഗുരു? അങ്ങന്റെ ഗുരു അല്ലേ ഗുരു? അങ്ങ് ആദ്യം എന്റെ കൂടെ ഡാൻസ് ചെയ്യ്, പിന്നീട് വീറിന്റെ കൂടെ ഡാൻസ് ചെയ്യ്. അങ്ങ് വീറിന്റെ കൂട്ടുകാരനല്ലേ, അതുകൊണ്ട് അവരുടെ കൂടെ ഡാൻസ് കളിച്ചല്ലേ പറ്റൂ. അത് ശരി, അപ്പൊ എനിക്ക് രണ്ടുപേരുടെ കൂടെയും ഡാൻസ് കളിക്കാൻ പറ്റുമോ? അതിനെന്താ, പക്ഷെ ആദ്യം എന്റെ ഡാൻസാ. ആദ്യം എന്റെ കൂടെ ഡാൻസ് ചെയ്യ്, എന്നിട്ട് വീറിന്റെ കൂടെ ഡാൻസ് ചെയ്യ്. പക്ഷേ എന്താ? ഒന്നുമില്ല, രണ്ട് ടീമിന് വേണ്ടിയും ഡാൻസ് ചെയ്യണോന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എനിക്ക് എന്റെ കൂട്ടുകാര് പ്രിയപ്പെട്ടതാണെങ്കിൽ എന്റെ സ്റ്റുഡൻസും പ്രിയപ്പെട്ടതാ. പക്ഷേ ഡാൻസ് ഗുരു, ഈ കാര്യം വീറിനോട് പറയണ്ട കേട്ടോ. നമുക്ക് അവനൊരു സർപ്രൈസ് കൊടുക്കാം. ഓക്കെ ശരി, സർപ്രൈസ് കൊടുക്കാം. ഡാൻസ് രക്തം സിരകളിലൂടെ ഒഴുകുന്ന കലാകാരന്മാർക്ക് വേണ്ടിയുള്ള ഒരു മനോഹരമായ വേദിയാണിത്. അടുത്തതായി വരുന്നത് ഒരു ഗ്രേറ്റ് ഡാൻസറാണ്. അവന്റെ പേരാണ് ബണ്ടി. ഈ ജിൻഡു എന്തിനാ ബണ്ടിയുടെ ടീമിൽ പോയി ഡാൻസ് ചെയ്യുന്നേ? ഞാൻ അപ്പഴേ പറഞ്ഞതല്ലേ എന്തോ പ്രശ്നമുണ്ടെന്ന് എന്റെ ഡോങ്കി സെൻസ് പറയുന്നുണ്ടെന്ന്. ഇതാണ് ആ പ്രശ്നം. ബണ്ടി തീർച്ചയായും എന്തെങ്കിലും കഴിക്കാൻ കൊടുത്ത് അവനെ മയക്കിയതാവും. ഗുരുജി, ഞാൻ നന്നായിട്ട് ഡാൻസ് കളിക്കാൻ വേണ്ടി എന്നെ അനുഗ്രഹിക്ക്. ഞാൻ നന്നായിട്ട് ഡാൻസ് കളിക്കുകയാണെങ്കിലേ അങ്ങേക്ക് ഞാൻ ഫ്രിഡ്ജ് നിറച്ച് ചോക്ലേറ്റ് തരാം. ഉറപ്പായും നിന്റെ കയ്യിൽ ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ എന്റെ അനുഗ്രഹം ഉറപ്പായിട്ടും ഉണ്ടാകും. നീ നന്നായിട്ട് ഡാൻസ് ചെയ്യും. എന്റെ അനുഗ്രഹം എന്റെ മേലിൽ ഇരിക്കട്ടെ. അപ്പൊ ഞാനും നന്നായിട്ട് ഡാൻസ് കളിക്കും. ഇപ്പോൾ അടുത്തതായി വരുന്നു നമ്മുടെ സ്കൂളിലെ ഏറ്റവും മിടുക്കനായ സ്റ്റുഡന്റായ വീറും പിന്നെ അവന്റെ ഗ്രൂപ്പും. വീർ എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ ചെയ്യൂ. ഞാൻ ആരാ? നീ വീറാണ്. പിന്നെ ഞാൻ ഇമ്മിലി. ഞാൻ ചുൽബുള്ളാണ്. ഞങ്ങളെ മനസ്സിലായില്ലേ? മനസ്സിലായില്ലല്ലോ. ഞാൻ ആരാ? അപ്പപ്പ വീറിന് ഞങ്ങളെ മനസ്സിലാവുന്നില്ല. അവന് സ്വയം അവനെ പോലും മനസ്സിലാവുന്നില്ല. ഒരു മിനിറ്റ്, ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. വീറിന്റെ മെമ്മറി ചിപ്പിന് എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. ഇതൊക്കെ റിപ്പയർ ചെയ്യാൻ എനിക്ക് നിസ്സാരമായ കാര്യമല്ലേ. എന്റെ ചങ്ക് പോയടാ. പൊളിച്ചു നിൽക്കാതെ ഇതിനെ ഒന്ന് തടയടാ. നിങ്ങളെപ്പോലൊരു സൂപ്പർ ഡ്യൂപ്പർ ജീനിയസിന് ഇതിനെ നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് നിർത്തുക ബോസ്? അവള് പറഞ്ഞത് ശരിയാണ് ബോസ്, വളരെ വളരെ ശരിയാണ്. വീറിന്റെ മെമ്മറി ചിപ്പിന് എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവനൊന്നും ഓർമ്മ വരാത്തത്. നിങ്ങൾ രണ്ടുപേരും ഇവനെ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്ക്. അതിലേതെങ്കിലും ഒരു കാര്യത്തിന് ഇവന്റെ ഓർമ്മകളെ തിരികെ കൊണ്ടുവരാൻ സാധിക്കും. ഒരു ജിക്സോ പസില് പോലെയാണിത്. ഏതെങ്കിലും ഒരു പീസ് മിസ്സിംഗ് ആയാൽ തന്നെ പസില് സോൾവ് ആകില്ലല്ലോ. അതുപോലെ ആ ഒരു പീസ് കിട്ടിക്കഴിഞ്ഞാൽ പസില് സോൾവ് ആകുകയും ചെയ്യും. ഓക്കേ അപ്പപ്പ, ഞങ്ങളെ വീടിനെ പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മിപ്പിക്കാം. വെരി ഗുഡ് ഇംലി. ഞാനെങ്കിൽ ലാബിലേക്ക് പോയി മറ്റു ചില കാര്യങ്ങൾ ചെക്ക് ചെയ്യട്ടെ. വീർ എല്ലാം ഓർമ്മിക്കാൻ ശ്രമിക്കൂ. ഞങ്ങൾ നിന്നെ പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മിപ്പിക്കാം. വീർ എന്തെങ്കിലും ഓർമ്മ വന്നോ? ഞാൻ ആരാ?
വരൂംലി, നമുക്ക് പറക്കം ചിറക് ഉപയോഗിച്ച് ഇവനെ പറത്തിക്കൊണ്ട് പോകാം. അപ്പൊ ചിലപ്പോ ഓർമ്മ തിരിച്ചു വന്നാലോ? ആ എന്നാ അങ്ങനെ ചെയ്യാം. നല്ല രസം തോന്നുന്നല്ലേ? ഈ വീരാരാ? ഞാനാരാ? എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല. നിങ്ങളൊക്കെ ആരാ? എന്റെ ഡോങ്കി സെൻസ് പറയുന്നത് എന്തോ അപകടമുണ്ടെന്നാണ്. എന്തോ ഒരു അപകടം വരുന്നുണ്ട്. ഓണാക്ക് വേഗം. ഓണാക്ക്. വെൽക്കം ബാക്ക് വീർ. വിങ് സ്യൂട്ട് ഓൺ. ഇനി നീ എന്ത് ചെയ്യും വീർ? ഇവിടെ ഒരുപാട് റോബോട്ടുകൾ നിന്നെ വെൽക്കം ചെയ്യുവാനായി കാത്തിരിക്കുകയാണ്. ഇമെലിൻ നിന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. വീർ, എന്താ നീ പോകുന്നില്ലേ? അവളെ രക്ഷിക്കുവാൻ നീ പോകുന്നില്ലേ? ആന്റി ലേസർ കവർ ഓൺ. എന്റെ ബാറ്ററി ലോ ആയി പോയി. എനിക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. ചിന്റു ഇതുവഴി ക്രോസ് ചെയ്ത് പോകുമ്പോ ഞാൻ അവന്റെ തലയിൽ ചെന്ന് വീഴും. അപ്പൊ അവന് പഴയതെല്ലാം ഓർമ്മ വരും. സോറി ചിന്റു, പ്ലീസ് ഡോണ്ട് മൈൻഡ്. സോറി 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 ചിന്റു, വെരി സോറി. എന്നെ വിട്ടേക്ക്. ഇനി എന്റെ പുറകെ വന്ന് ഞാൻ ഇനി എന്താ ചെയ്യുന്നത് എനിക്ക് പോലും അറിയില്ല. എനിക്കൊരു കുഴപ്പവുമില്ല എമിലി, ഡോണ്ട് വറി. ബാറ്ററി ഒരല്പം ലോ ആണ്, പക്ഷെ ഇപ്പൊ തന്നെ ചാർജ് ചെയ്തേക്കാം. ഞാൻ വെറുതെ ബാറ്ററി ഡൗൺ ആയതുപോലെ അഭിനയിക്കുകയായിരുന്നു. എനിക്കറിയാമായിരുന്നു എന്റെ ബാറ്ററിയുടെ ചാർജ് ഡൗൺ ആകാത്തത് വരെ നിങ്ങൾ എന്റെ അടുത്തേക്ക് വരില്ലായിരുന്നു എന്ന്. ഇപ്പൊ ഞാൻ നിന്നെ കണ്ടെത്തിയില്ലേ? നിങ്ങളൊക്കെ തട്ടിത്തെറിപ്പിക്കാൻ എന്റെ ഈ കൈകൾ മാത്രം മതി. ധൈര്യമുണ്ടെങ്കിൽ മുന്നോട്ട് വാടാ, കൈ കൊണ്ട് പൊരുതാം. വീരിന്റെ ചാപ്റ്റർ അങ്ങ് ക്ലോസ് ചെയ്തേക്ക്. ബാറ്ററി ചാർജർ ഓൺ. ഫുൾ പവേഴ്സ് ഫ്രം റോബോട്ട്സ് ബാറ്ററി. Thank you. ഫുർസത് ഖാൻസ് നിവാസികളെ, നിങ്ങൾ ആരും ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. എത്രയും പെട്ടെന്ന് ഞാൻ ആ കാർ തീഫിനെ പിടിച്ചിരിക്കും. അവൻ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. രണ്ട് കാർ ഒരേപോലെ ഉണ്ടല്ലോ. ഇതെങ്ങനെയാ രണ്ട് കാർ ഒരേപോലെ വരുന്നത്? ഒരു കാർ ഇവിടെ നിൽക്കുന്നുണ്ട്, മറ്റേ കാറത്തെ ട്രക്കിനകത്തേക്ക് പോവാ. ഇവിടെ എന്താ നടക്കുന്നത്? ചുൽബുൾ, ഇവിടെ എന്തോ പ്രശ്നം നടക്കുന്നുണ്ട്. വേഗം വീറിനെ കണ്ടെത്ത്. അവനോട് ഈ കാര്യം പറയേ. ഞാൻ ഈ ട്രക്കിലുണ്ട്, ഇതിനെ ഫോളോ ചെയ്ത് വരാൻ പറ. ഒരു മിനിറ്റ് കൂട്ടുകാരെ, ആ കാർ തീഫ് എന്റെ കാർ തന്നെ മോഷ്ടിക്കുവാണെന്നാ തോന്നുന്നത്.
എടാ റോബോമോനെ, നിന്റെ കാറിനാണോ എന്റെ ട്രക്കിനാണോ വേഗത കൂടുതൽ നമുക്ക് നോക്കാം. നീ വിചാരിക്കുന്ന പോലെ ഞാനൊരു സാധാരണ കളറല്ല, കാർ തീഫാണ്. നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ. വേണ്ട റോബോ, വേണ്ട വേണ്ട വേണ്ട, സ്റ്റോപ്പ്, വേണ്ട. എമിലി, നീ എങ്ങനെ ഇതിനുള്ളിൽ വന്നത്? അതൊക്കെ ഞാൻ പിന്നെ പറയാം. വേഗം നീ അവനെ ഫോളോ ചെയ്യേ. ഇപ്പൊ ഇങ്ങോട്ട് വരരുത്. റോബോബോയ്, ഇത് എന്റെ ഏരിയയാണ്. ഈ കാറുകളെല്ലാം എന്റെ പടയാളികളും. ഇനി ഈ ജന്മം നിനക്ക് ഒരു കള്ളനെ പോലും പിടിക്കാൻ പറ്റുമെന്ന് വിചാരിക്കണ്ട. ഇറ്റ്സ് ഇംപോസിബിൾ. റോബോബോയ്, തിരിച്ചു പൊയ്ക്കോ. ഇപ്പോഴും ഞാൻ നിനക്ക് ഒരു ചാൻസ് തരികയാണ്. ഓടി രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ നിന്നെ ഞാൻ... എന്റെ ഡോക്കി സെൻസ് പറയുന്നു ഇവിടെ ആരോ ഉണ്ടെന്ന്. അതും അടുത്ത് നിന്നുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. ബണ്ടി, നീ ഇവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? നീ എന്റെ ക്യാരറ്റ് കട്ട് തന്നു അല്ലേ? നിനക്ക് അത്രയ്ക്കും ധൈര്യമുണ്ടോ? എടാ നിന്നെ ഞാൻ... എന്റെ അമ്മച്ചേ, അയ്യോ രക്ഷിക്കണേ, രക്ഷിക്കണേ മമ്മി. നിങ്ങൾ രണ്ടാളും സ്പേസ്ഷിപ്പിൽ കയറിയിരിക്കെ. ഇവിടെ ഇപ്പൊ അപകടമാണ്. ഇതെല്ലാം മാഡ് മാക്സിന്റെ ചതിയാണ്. നിങ്ങൾ സ്പേസ്ഷിപ്പിലേക്ക് പോ. പ്ലീസ് ഹെൽപ്പ് മീ. വീറിന്റെ ഫ്രണ്ട്സ് എല്ലാരും എന്നെ ഒരുപാട് തല്ലുന്നു. ഹെൽപ്പ് മീ പ്ലീസ്. ശത്രുവിന്റെ ശത്രു അവൻ നമ്മുടെ സുഹൃത്താകും. എന്റെ ലൈറ്റ്നിങ് റോബോട്ട്, അവനെ ബ്രെയിൻ വാഷ് ചെയ്ത് നമ്മുടെ ആളാക്ക്. ഇനി ഞാൻ ആ ചുൾബുളിനെ വെറുതെ വിടില്ല. അവൻ എന്നെ എടുത്തിട്ട് പല പ്രാവശ്യം ചവിട്ടിയിട്ടുണ്ട്. ഇന്ന് ഞാൻ പക വീട്ടാണ്ട് വിടില്ല. അപ്പോൾ ഇവന്റെ റിയാക്ഷൻ ടൈം വളരെ ലേറ്റ് ആണ്. വെരി ഗുഡ്. ബണ്ടി എന്റെ കൂട്ടുകാരാ, എന്റെ സഹോദര. സോറി. നീ വേണമെങ്കിൽ എന്റെ എല്ലാ ക്യാരറ്റും എടുത്ത് കഴിച്ചോ. നീ എന്റെ എത്ര നല്ലൊരു ഫ്രണ്ടാ. ക്യാരറ്റ് മുഴുവൻ ഞാൻ കഴിച്ചു തീർത്താൽ പിന്നെ നീ എന്താണ് കഴിക്കാൻ പോകുന്നത് സുഹൃത്തെ? നീ എന്റെ മിന്നൽ കഴിച്ചോ? ഇന്നാ പിടിച്ചോ. ആ റോബോട്ട് എവിടേക്കാ പോയത്? വീർ ബൈ.